കേട്ടു പഠിച്ചിട്ടാണ്. എന്നാ അബ്ദുറഹ്മാൻ സലഫിക്ക് അത് അറിയല്ലോ, കുറച്ചൊക്കെ മുജാഹിദ് കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അബ്ദുറഹ്മാൻ സലഫി ഇത് പറയോ? അന്ന് അൽമനാർ പറഞ്ഞതാണോ ശരി? അതല്ല അതിലുള്ള തിരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന കെ സക്കരിയ സുലാഹിയുടെ വാചകങ്ങളാണോ ശരി? ആണോ? ഏതാ ശരി? മാത്രമല്ല പൂർവികരായ പണ്ഡിതന്മാരെ തള്ളിക്കളയുന്നത് അവർ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കേവലം തർക്കമുള്ള വിഷയങ്ങളെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് എന്ന് പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ നമ്മൾ കേട്ടല്ലോ. റെഡിയല്ലേ? പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാർ കേവലം തർക്കമുള്ള ചില വിഷയങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും അത്ര വലിയ കണിശത പുലർത്തിയിട്ടില്ല, അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ ഹദീസുകൾ സ്വഹീഹാണോ ലഈഫാണോ എന്ന് പരിശോധിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ദാർഢ്യവും ഇതേ കെ സക്കരിയ സുലാഹി കാണിച്ചിട്ടുണ്ട്. ആരൊക്കെയാ പൂർവികരായ പണ്ഡിതന്മാർ? ഇവിടെ നിന്ന് അങ്ങോട്ട് മരിച്ചുപോയ ഓരോരുത്തരും എൻ പി അബ്ദുൽ ഖാദർ മൗലവി, കെ ഉമർ മൗലവി, കെ പി മുഹമ്മദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, പിന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, എ അലവി മൗലവി, പിന്നെ അങ്ങനെ അങ്ങോട്ട് കേരളത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ മുജാഹിദ് പണ്ഡിതന്മാരും സുന്നികളോടും ജമാഅത്തുകാരോടും തർക്കമുള്ള ഏതാനും ചില വിഷയങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ബാക്കിയൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. ബാക്കിയുള്ള വിഷയങ്ങളിൽ ലഈഫുണ്ടോ സ്വഹീഹുണ്ടോ എന്ന് നോക്കാറില്ല എന്നൊക്കെ പറയാൻ മാത്രമുള്ള ധൈര്യവും തന്റെ ഇടവും ഇതേ കെ സക്കരിയ സുലാഹി കാണിക്കുന്നു. പിന്നെ സുഹൃത്തുക്കളെ, എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ജാമിഅയിലെ വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഖുർആനും ഹദീസും പഠിച്ച് ദഅവത്ത് രംഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ദുർബല ഹദീസുകൾ നമ്മുടെ പുസ്തകങ്ങളിൽ വന്നുപോയിട്ടുണ്ട്, നമ്മുടെ പരിഭാഷയിൽ വന്നിട്ടുണ്ട്, നമ്മൾ എഴുതിയ പല പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സുന്നികളും ജമാഅത്തുകാരും നമ്മളുമായി തർക്കമുള്ള വിഷയത്തിൽ മാത്രമാണ് നമ്മൾ സഹീഹും ലഈഫും നോക്കിയിട്ടുള്ളത്. സഹീഹും ലഈഫും തിരിക്കാൻ വേണ്ടി ഈ കാലഘട്ടം പണിയെടുത്തവരുടെ പുസ്തകങ്ങളിൽ പോലും തർക്കമില്ലാത്ത വിഷയങ്ങളിൽ ഇഷ്ടംപോലെ ലഈഫുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകർ എന്ന നിലക്ക് നമ്മുടെ അടുത്തുള്ള പ്രവർത്തനം നമ്മുടെ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും ദുർബല ഹദീസുകളെ മാറ്റി ശുദ്ധീകരിക്കുക, സത്യത്തിന്റെ പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് യാസീൻ കൽബുൽ ഖുർആൻ ലഈഫുൻ ജിദ്ദൻ എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറയുന്ന ആ മഹത്തായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി കേരളത്തിലുണ്ടായ ഒരു പേരാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് ഇന്ന് മുജാഹിദ് എന്നാണെങ്കിൽ നാളെ നമുക്ക് ഈ പേര് മാറ്റമാണ്, മറ്റന്നാൾ വേറെ പേരെടുക്കാം. അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനായിട്ട് പ്രത്യേക ദീനൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ വെച്ചാൽ ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ടു വന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഏതു കാര്യവും മുജാഹിദുകൾ സ്വീകരിക്കും. നമുക്കറിയില്ലേ, പണ്ട് നബിദിനത്തിന് പോയി എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ സുന്നികളെ പ്രസംഗിക്കലില്ലേ? നബിദിനം തെറ്റല്ലേ? കെ മൗലവി നബിദിനത്തിന്റെ പ്രസംഗിച്ചിരുന്നൊക്കെ ചോദിക്കലില്ല. എന്നാൽ കാര്യങ്ങൾ മനസ്സിലായി വന്നാൽ അത് അംഗീകരിക്കാനല്ല. അപ്പൊ ഹദീസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ ഹദീസുകളിൽ വരുന്ന കാര്യങ്ങൾ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. എപ്പോഴാണ് ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്നപ്രകാരം എന്താ വെച്ചാൽ പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പുതിയ കുറെ വാദങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗമായാലും പറഞ്ഞാൽ ദൈവത്തെ നടത്തിന്ന് ഇടക്കാലത്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അരിയും തേങ്ങയൊക്കെ കൊടുത്താലും അതും ദൈവത്ത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്താണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വന്നു. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ നമുക്ക് പുതിയ അറിവുകൾ കിട്ടും. ഞാൻ ഈ പറഞ്ഞ മുസ്ലിമിലെ ഹദീസുകളാണ് മിക്കവാറും ഉദ്ദേശിച്ചത്. സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉണ്ടായതാ? ഇന്നിറങ്ങിയതാ? സഹീഹ് മുസ്ലിം ഹദീസ് കിതാബ് ഒന്നും ഇപ്പം ഉണ്ടായതല്ല, ശരിയാണ്. പക്ഷെ അവിടെ വിഷയം എന്താ? ഇയാൾ പറയുന്നത് ഹദീസുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. മൂപ്പരെ കുറിച്ചാണെങ്കിൽ ഓക്കെ. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൊത്തം പണ്ഡിതന്മാരെ ആ ഗണത്തിൽ പെടുത്തേണ്ടിയിരുന്നില്ല. ജമീല ടീച്ചർ പറയുന്ന പോലെ 100 കണക്കിന് ഹദീസുകൾ പരമ്പര സഹിതം മനപ്പാടമാക്കി സമൂഹത്തിൽ പ്രബോധനം ചെയ്ത പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അങ്ങനെയുള്ള ബഹുമാന്യരായ ഒരുപാട് പണ്ഡിതന്മാർ സുന്നികളുമായി ജമാഅത്തുകാരുമായി തർക്കമുള്ള 5-8 വിഷയങ്ങളുണ്ടല്ലോ, അതിലുള്ള ഹദീസുകളും അതിലുള്ള സംഗതികളും മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ, അതേ പഠിച്ചിരുന്നുള്ളൂ, അതിൽ ലൈഫും സഹി ഉണ്ടോന്ന് നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് വന്ന അബദ്ധമാണ് എന്ത്? ഇപ്പൊ ഈ പറഞ്ഞതിനെ ചുരുക്കം എന്താ? അതുകൊണ്ടുള്ള അബദ്ധമാണ് പിശാജ് മനുഷ്യരൂപത്തിൽ വരൂല എന്ന് അൽമനാർ വന്നത്. അതുകൊണ്ടുള്ള അബദ്ധമാണ് സിഹിറിന് ഫലമില്ല എന്ന് അൽമനാറിൽ വന്നത്. അതുകൊണ്ടുള്ള ഫലം തന്നെയാണ്
പൂർവികരായ ഇവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇവരുടെ പണ്ഡിതന്മാര് പല ലേഖനങ്ങളിലും എഴുതിയത്. ഒന്നുകൂടി വായിക്കട്ടെ. ഇത് പിലാത്ര സമ്മേളനത്തിന്റെ റിവ്യൂവിൽ നിന്ന് CH അബ്ദുറഹ്മാൻ മൗലവിയുടെ പ്രഭാഷണമാണ്. വസൂരി ഉണ്ടാക്കുന്നത് കുരുപ്പ് ചെകുത്താനും കോളറ ഉണ്ടാക്കുന്നത് മറ്റൊരു ചെകുത്താനുമാണെന്നായിരുന്നു ധാരണ. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ ചികിത്സാരംഗം വളരെ ശോചനീയമായിരുന്നു. കുറേ സംഗതികൾ കൂടെ പറയുന്നുണ്ട്. ആ ശോചനീയാവസ്ഥ ആവശ്യം വരുമ്പോൾ ജമീല ടീച്ചർ കൃത്യമായിട്ട് പറയും. ഞാനത് ഇട്ടുതരാം. ഇതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ. ഇവിടെ MM അക്ബറിന്റെ യേശു മഹാനായ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, പ്രേതബാധ, ഭൂതബാധ, പിശാചുബാധ തുടങ്ങിയ പേരുകളിൽ വ്യവഹരിക്കപ്പെടുന്ന രോഗങ്ങൾ അധികവും അപസ്മാരമോ ഹിസ്റ്റീരിയയോ അല്ലെങ്കിൽ മറ്റു മാനസിക രോഗങ്ങളോ ആണെന്ന് നമുക്കറിയാം. ഈ ഗണത്തിൽപ്പെടുന്ന മിക്കവാറും രോഗങ്ങളെ വിദഗ്ധനായ ഒരു മനഃശാസ്ത്ര വിശാരദന് സുഖപ്പെടുത്താൻ കഴിയും. മനുഷ്യരുടെ ശരീരത്തിലോ മറ്റോ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കുവാനുള്ള കഴിവൊന്നും ദൈവം പിശാചിന് നൽകിയതായി വേദപുസ്തകങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. പിശാചിന്റെ പ്രവർത്തനം ദുർബോധനത്തിലും മനുഷ്യരെ വഴിപഴപ്പിക്കുന്നതിലും പരിമിതമാണ്. ഇത് MM അക്ബർ. തീർന്നില്ല. അൽമനാർ തന്നെ വീണ്ടും പറയട്ടെ. അൽമനാർ സിഹിറിനെ കുറിച്ച് പറഞ്ഞ എന്താ, പ്രാചീന കാലം മുതൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് സ്വീകരിച്ചു വന്ന ഒരു കുടിലതന്ത്രമാണിത്. മനുഷ്യ മനസ്സിന്റെ ദൗർബല്യത്തിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഫലവും ഇല്ല എന്നാണ് അൽമനാർ പിന്നെയും എഴുതുന്നത്. ഞാൻ വായിച്ചുതരാം. സിഹിർ കുറ്റമാണ്, അതിന് യഥാർത്ഥ ഫലമില്ല. ദുർബല മനസ്സുകൾക്ക് അതിൽ ഫലമുണ്ടെന്ന് തോന്നാമെങ്കിലും സിഹിറിനു വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങളെല്ലാം ഹീനവും പൈശാചികവുമാണ് എന്ന് അൽമനാർ തന്നെ എഴുതുന്നു. 985. തീർന്നിട്ടില്ല. അൽമനാറിൽ സിഹിറിന്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, വിശദീകരണം. 982 നവംബറിലക്കം അൽമനാർ. എന്താണ് സിഹിർ? ആധികാരികവും അംഗീകൃതവുമായ ഒരു പൂർണ്ണ നിർവചനം സിഹിറിന് നൽകപ്പെട്ടു കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, വഞ്ചനയുടേതായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് യഥാർത്ഥമാണെന്ന് കണ്ണിൽ കാണിക്കുകയോ മനസ്സിൽ തോന്നിക്കുകയോ ചെയ്യുന്ന ക്ഷുദ്രവൃത്തി എന്ന നിർവചനത്തിൽ സിഹിറിന്റെ ഏതാണ്ട് എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുമെന്ന് തോന്നുന്നു. അൽമനാർ എഴുതിയതാണ്. അപ്പോ ഈ അൽമനാറും ഈ മുജാഹിദ് സമ്മേളനത്തിന്റെ കൃതികളും അതുപോലെ അക്ബറിന്റെ കൃതികളും ഒക്കെ തിരുത്തണം എന്നാണ് ആര് പറയുന്നത്? സക്കരിയ സ്വലാഹി. ഒന്നുകൂടി തിരുത്താനുണ്ടേ. ഇത് തിരുത്തേണ്ട ആളപ്പുറത്തും പ്രസിദ്ധീകരണാലയം ഇപ്പുറത്തുമാണ്. എഴുതി തന്നെ നമുക്ക് തിരുത്താം. യുവത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. പുസ്തകം എഴുതിയത് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയാണ്. പുസ്തകത്തിന്റെ പേര് പിശാചിന്റെ കാൽപ്പാടുകൾ. ഇതിൽ അദ്ദേഹം പുസ്തകം തന്നെ അദ്ദേഹം ഇതെന്താ, ഷെയ്ത്വാൻ ഖുർആനിലുണ്ട്. ഷെയ്ത്വാന്റെ ഉപദ്രവത്തെക്കുറിച്ച് അള്ളാഹുവിൽ അഭയം തേടുവാൻ ഖുർആൻ കൽപ്പിക്കുന്നുമുണ്ട്. ഏതാണ് ആ ഷെയ്ത്താൻ? മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന ഷെയ്ത്താൻ തന്നെ. ദൈവത്താൽ ശപിക്കപ്പെട്ടതും അകറ്റപ്പെട്ടതും മനുഷ്യന്റെ പ്രത്യക്ഷ വൈരിയുമായി മാറിയതുമായ സാക്ഷാൽ പിശാച്. മനുഷ്യനെ സന്മാർഗത്തിൽ നിന്നും അകറ്റുക, മനുഷ്യന് ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വർഗം അവന് തിരിച്ചുപിടിക്കുന്നത് ഇല്ലാതാക്കുക, മനുഷ്യനെ തൻ്റെ കൂടെ നിത്യ നരകവാസിയാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി അവൻ നമ്മുടെ മുമ്പിലൂടെയും പിമ്പിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഗൂഢമാർഗങ്ങൾ ഒരുക്കി കെണിയിൽ വീഴ്ത്താൻ നടക്കുകയാണ്. അവനാണ് ഖുർആനിലെ ശൈത്താൻ. അവൻ ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല. വസൂരിയും കോളറയും ഭ്രാന്തും അപസ്മാരവും രക്തസ്രാവവും ഒന്നും ഉണ്ടാക്കുന്നത് അവന്റെ ജോലിയുമല്ല. ശാരീരിക രോഗമുണ്ടാക്കുന്ന ശൈത്വാനെക്കുറിച്ച് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തരുന്നില്ല. ഒടിമറഞ്ഞ് നടക്കുന്ന പിശാചിനെക്കുറിച്ചും അള്ളാഹു പറയുന്നില്ല. തേരിന്റെ രൂപത്തിൽ മനുഷ്യനെ മുട്ടിക്കൊല്ലുന്ന പിശാചിനെക്കുറിച്ചോ പാമ്പായി മനുഷ്യനെ കൊത്തിക്കൊല്ലുന്ന പിശാചിനെക്കുറിച്ചോ ഗുളികനായി മനുഷ്യനെ കഴുത്തുഞ്ഞെരിക്കുന്ന പിശാചിനെക്കുറിച്ചോ ഖുർആനിൽ പരാമർശമില്ല. വസൂരി, കോളറ, രക്തസ്രാവം തുടങ്ങിയവയൊക്കെ ശാരീരിക രോഗങ്ങളാണ്. അത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുക്കളെ കുറിച്ചൊന്നും അള്ളാഹു ഒരു സൂചന പോലും തരുന്നില്ല. ഇത്തരം പൈശാചിക മാർഗങ്ങളെക്കുറിച്ചുള്ള ഭയം ജനങ്ങളിൽ വളർന്നു വന്നിരിക്കുന്നു. അതിന് വ്യാപകമായ ഒരു വിശ്വാസമായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് പിശാച് വിജയിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ മുമ്പിൽ ചില പൈശാചിക മാർഗങ്ങൾ പിശാച് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അത്തരം മാർഗങ്ങൾ മുഖേന മനുഷ്യ മനസ്സുകളിൽ ഭയപ്പാടുകൾ സൃഷ്ടിക്കുന്നതിൽ സാക്ഷാൽ പിശാച് വിജയിച്ചിരിക്കുന്നു എന്നാണ് പിശാചിന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എഴുതുന്നത്.